ദിവസങ്ങൾ ഒന്നൊന്നായി നടന്നകന്നു. നാളെയാണ് ഹരിയുടെയും അരുണയുടെയും കല്യാണം. സോപാനത്തിൽ ചാരിയിരിക്കുന്ന മകനെ കണ്ട് ദേവിയമ്മ ക്ലോക്കിലേക്ക് നോക്കി. സമയം 11:30. ഹരി, മക്കളെ. എന്താ അമ്മ? എന്താ ആലോചിക്കുന്നത്? എൻ്റെ മോൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയല്ലേ? അതോ? അവൻ ചിരിച്ചു. നാളെ മുതൽ ഈ വീട്ടിൽ 2 അല്ല 3 പേരുണ്ടാകും. അവൻ നെഞ്ചുഴിഞ്ഞു. ശരീരമാകെ തണുക്കും പോലെ തോന്നുക. ഈ ഹരിയെയും ദേവിയമ്മയും അരുണയ്ക്ക് ജീവന. അവൾ തരുന്നതിൻ്റെ ഇരട്ടി സ്നേഹം തിരികെ കൊടുക്കണം അമ്മ. എൻ്റെ പെണ്ണ് സങ്കടപ്പെടാൻ പാടില്ല. ദേവിക മകൻ്റെ തോളിൽ തട്ടി. എൻ്റെ മോള അവള്. ഇനി അങ്ങോട്ട് നമ്മൾ ജീവിച്ചു തുടങ്ങും. കൃഷ്ണേട്ടൻ ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. പെട്ടെന്ന് ഫോണിൽ അരുണയുടെയും ഹരിയുടെയും ഒന്നിച്ചുള്ള പിക്ക് തെളിഞ്ഞു. ഹരി അമ്മയെ നോക്കി. ഇതെപ്പോൾ എടുത്ത ഫോട്ടോയാ? നമ്മുടെ വീടും നിന്റെ റൂമും ആണല്ലോ. അവൻ ചമ്മലോടെ ഇളിച്ചു. അമ്മ തലകുലുക്കി. ശരി, ഞാൻ പോവാ. സംസാരിച്ചിട്ട് പെട്ടെന്ന് പോയി കിടക്ക്. നാളെ രാവിലെ 9 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. 9:30-നും 9:45-നും ഇടയ്ക്കാണ് മുഹൂർത്തം. ഹലോ ഹരിയേട്ടാ, ഉറക്കായോ? പെണ്ണ് കൊഞ്ചി സംസാരിക്കുന്നു. എന്തു പറ്റി? ഹരിക്കൊപ്പം ഏട്ടനെ കൂടി ചേർത്തല്ലോ. ഇഷ്ടായോ ചെക്കാ? ഹരി, അത് മതി. അരുണയുടെ ചിരി കേൾക്കാം. അവൻ മെയിൻ ഡോർ അടച്ച് റൂമിലേക്ക് നടന്നു. കിടന്നോ അരുണ? ആ, പക്ഷേ ഉറക്കം വരുന്നില്ല. അതെന്താ? നാളത്തെ കാര്യങ്ങൾ ഓർത്താണോ? അവൾ മൂളി. എനിക്ക് 29 വയസ്സുണ്ട്. ഇനിയും വെയിറ്റ് ചെയ്യാൻ പറയല്ലേ കണ്ണ. താങ്ങാൻ പറ്റില്ല. ഞാൻ പറയും. ഹരിസാറ് എന്ത് ചെയ്യും? നാളെ ഇതിനുള്ള ഉത്തരം വിശദമായി പറഞ്ഞു തരാട്ടോ. ചേച്ചി, ദേ ഇങ്ങനെയാണ് സാരി ചുറ്റേണ്ടത്. എളുപ്പമാണ്, നോക്കി പഠിച്ചോ. നിഷയാണ് അരുണയ്ക്ക് സാരി ചുറ്റിക്കൊടുത്തത്. മേക്കപ്പ് എല്ലാം അവൾ തന്നെ ചെയ്തു. കല്യാണപ്പെണ്ണ് സുന്ദരിയായല്ലോ. ഇനി നിഷ കൊച്ചു പോയി ഡ്രസ്സ് മാറി വാ. ത്രേസ്യാമ്മ പറഞ്ഞതും അവൾ റൂമിലേക്ക് ഓടി. ഇത് എൻ്റെ മോൾക്കാണ്. അവർ കയ്യിലിരുന്ന ഒരു ജുവൽ ബോക്സ് തുറന്നു 2 കട്ടിയുള്ള വളയെടുത്തു. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു വല്യമ്മച്ചി. ഞാനങ്ങനെ സ്വർണം ഉപയോഗിക്കാറില്ല. അതൊന്നും പറ്റില്ല. ഈ വീട്ടിൽ നിന്നും കല്യാണ പെണ്ണായി ആദ്യം ഇറങ്ങുന്നത് അരുണ കൊച്ച. നീ ഈ കുടുംബത്തിലെയാ. അപ്പോൾ ഒന്നിനും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. അരുണ നീരജയാണ് നോക്കിയത്. അവർ തല കുലിക്കതും അവൾ 2 കൈയും നീട്ടിപ്പിടിച്ചു. ആനി, റെഡിയായില്ലേ? അവൾ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും പുറത്തേക്ക് വന്നതും ഡെന്നിയുടെ കണ്ണുകൾ വിടർന്നു. ഡാർക്ക് പർപ്പിൾ കളർ ഹെവി വർക്കുള്ള ലെഹങ്കയാണ് വേഷം. ഇച്ച, നന്നായിട്ടുണ്ടോ? നമുക്കും ഈ കൂട്ടത്തിൽ അങ്ങ് കെട്ടിയാലോ ആനി? അവളുടെ നഗ്നമായ ഇടുപ്പിലാണ് ആദ്യം അവൻ്റെ നോട്ടം പാളി വീണത്. ഈ ഇച്ചായന് ഭ്രാന്താ പോ. അവൻ്റെ നെഞ്ചിൽ പതിയെ ഇടിച്ചു. ഞാൻ ഒരു പുരുഷനല്ലേടി, എനിക്കും മോഹങ്ങളുണ്ടാവില്ലേ? എന്ത് മോഹം? നിഷ ഡെന്നിയുടെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി. ഇന്ന് ഹരിയുടെ ഫസ്റ്റ് നൈറ്റാണ്. ഞാനും അവനും ഒരേ പ്രായം. അവൾ ചിരിച്ചു. ഈ മോഹം കൊള്ളാം. പക്ഷേ അരുണേച്ചിയുടെ പ്രായമല്ല എനിക്ക്. ഞാനേ ഇച്ചൻ്റെ കുഞ്ഞു പെണ്ണാ. അതുകൊണ്ട് മിന്നുകെട്ട് കഴിഞ്ഞും കാത്തിരിക്കേണ്ടി വരും. ഡെന്നി പെട്ടെന്ന് അവളെ ഭിത്തിയോട് ചേർത്ത് നിർത്തി. അവളിലേക്ക് അമർന്നു നിന്നു. കയ്യിൽ മുറുകെ പിടിച്ചു. ഇച്ചയ, കാത്തിരിക്കാം. പക്ഷേ ആ നോട്ടത്തിൽ തളർന്നു പോകും പോലെ. നിഷ ശ്വാസം ആഞ്ഞു വലിച്ചു. വേണ്ടാനി, ഇങ്ങനെ നിൽക്കല്ലേ. ഇച്ചായന് മറ്റു പലതും തോന്നും. അപ്പോഴാണ് ഷോൾ ഇട്ടില്ലല്ലോ എന്നവൾ ഓർക്കുന്നത് പോലും. ഇച്ചായൻ വിളിച്ചില്ലേ? അങ്ങനെ മറന്നു പോയതാ. സോറി എന്തിനാ പൊന്ന. എനിക്ക് ഇഷ്ടാണ് ഒരുപാട്. നിഷ കുറുമ്പോടെ തലകുലുക്കി. ഡെന്നി പതിയെ അകന്നു മാറി. വേണ്ട കേട്ടോ ഇച്ച. ആ കണ്ണിൽ തെളിയുന്ന പ്രണയം. അവൾ ചമ്മലോടെ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. ഡെന്നിയിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നതും നിഷ വിറച്ചുപോയി. പെട്ടെന്ന് തിരിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടിക്കയറി. ആനി, താങ്ക്സ്. ഒന്ന് പോയിച്ചാ. ഹരി ശ്രീകോവിലിന് മുന്നിൽ നിന്നു. അർദ്ധനാരീശ്വര ക്ഷേത്രമാണ്. അവൻ കൈകൂപ്പി കണ്ണുകൾ അടച്ചു. ഈ ശിവപാർവതി ബന്ധം പോലെ ദൃഢമായിരിക്കണം ഞങ്ങളുടെ സ്നേഹം. ഈ ആയുസ് അവസാനിക്കും വരെ അവൾ എൻ്റെ ഒപ്പം ഉണ്ടാകണം. ഹരി അരികിൽ തൻ്റെ പ്രണയം. അവൻ ശ്രീകോവിലിനകത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് തല ചരിച്ചു. മെറൂൺ കളർ പട്ടുസാരിയാണ് വേഷം. കഴുത്തിൽ ഒരു ലക്ഷ്മിമാല മാത്രം. ആ ജിമിക്ക് കമൽ അവളെ അതീവ സുന്ദരിയാക്കിയതുപോലെ അവന് തോന്നി. മുടി ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട്. അതിനു ചുറ്റും മുല്ലമാല.
ദേവിയമ്മയും അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഹരി മോളെ കാതു നിൽക്കുമായിരുന്നു. രണ്ടുപേരും നന്നായി തൊഴുതു പ്രാർത്ഥിച്ചു വാ, ദേവിയമ്മ പറഞ്ഞു. സുന്ദരിയായിട്ടുണ്ട്. ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ പതിയെ കാറ്റുപോലെ അവൻ പറഞ്ഞു. ആണോ, അനിയത്തിക്കുട്ടിയാ ഒരുക്കിയത്? തിരുമേനി മഞ്ഞ ചരടിൽ കുരുത്ത ആലിലെ താലി ഹരിക്ക് മുന്നിലേക്ക് നീട്ടി. അവൻ അമ്മയെയും ഡെന്നിയെയും ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും നോക്കി. അവളുടെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ചു. അരുണ കൈകൂപ്പി കണ്ണുകൾ അടച്ചു നിന്നു. മഹാദേവ, ഇന്നു മുതൽ ഞാൻ അവൻ്റെ പാതിയ. ഇതുവരെ എന്നെ സങ്കടപ്പെടുത്തി. ഇനി അങ്ങോട്ട് എനിക്ക് സന്തോഷിക്കണം. സിന്ദൂരം സീമന്തരേഖയിൽ നീട്ടി വരച്ചതും അരുണ കണ്ണുകൾ തുറന്നു അവനെ നോക്കി. വീട്ടിൽ പോയിട്ട് ഈ ചുവപ്പിന് മേലെ ഞാൻ എൻ്റെ പ്രണയം തരും. ഇത് ക്ഷേത്രമല്ലേ, അതുകൊണ്ടാ, അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അരുണ തലകുലുക്കി. ദേവിയമ്മയുടെയും നീരജയുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. അമ്മച്ചിയും മേരിക്കുട്ടിയും പുറത്തുണ്ട് മക്കളെ, നീരജ പറഞ്ഞു. എല്ലാവരും ക്ഷേത്രത്തിൽ നിന്നിറങ്ങി. വല്യമ്മച്ചിയും മേരിക്കുട്ടിയും അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്തോഷമായി ജീവിക്കണം. ദേ 2 മാസം കഴിഞ്ഞ് ഡെന്നി അവൻ്റെ പെണ്ണിനെയും കൊണ്ട് പോകും. പിന്നെ ഞാൻ ആ വീട്ടിൽ ഒറ്റയ്ക്കാ. ഒരാശ്രയത്തിന് എനിക്ക് നിങ്ങൾ 2 മാത്രമേ ഉള്ളൂ. അതിനെന്താ, എൻ്റെ വല്യമ്മച്ചിയെ ഞാൻ പൊന്നു പോലെ നോക്കില്ലേ, അരുണ പറഞ്ഞു. നിഷ സങ്കടത്തോടെ ഡെന്നിയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. ഞാൻ വരുന്നില്ല ഇച്ചായ. നീ എന്താടി പറയുന്നേ? മിന്നുകെട്ട് കഴിഞ്ഞ് ഇച്ചായം പോയിക്കോ. ഇടയ്ക്ക് എന്നെ കാണാൻ വന്നാൽ മതി. ഞാനും കൂടി പോയാൽ എൻ്റെ വല്യമ്മച്ചി ഒറ്റയ്ക്കായി പോകും. ഡെന്നി പല്ല് കടിച്ച് പൊട്ടിച്ചു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാ? അതിന് നിനക്ക് ഒരു വിഷമവും ഇല്ലേ ആനി? ആൻറ്റി ഉണ്ടല്ലോ. അവന് ദേഷ്യം വന്നു. അവളെ രൂക്ഷമായി നോക്കി. ഡെന്നി പോട്ടേടാ. അരുണ കണ്ണ് നിറച്ച് നിൽക്കുവാണ്. വിങ്ങി പൊട്ടിക്കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ഡെന്നി ഹരിയെ നോക്കി. അവനിൽ ചിരിയാണ്. ശരി വല്യമ്മച്ചി, പോവാ. നിഷ, നീ ഞങ്ങൾക്കൊപ്പം വരുന്നില്ലേ? ഞാൻ പിന്നെ വരാ ഹരിയേട്ടാ, ഇച്ചായൻ്റെ കൂടെ. അരുണയും ഹരിയും ദേവിയമ്മയും കാറിലേക്ക് കയറി. നീ എന്താ സക്രി വരാതിരുന്നത്? ആ കൊച്ചിന് സങ്കടമായി. ഞാൻ ഹരിയുടെ വീട്ടിൽ പോയി കണ്ടോളാം. പിന്നെ ദേ, ഇത് അമ്മച്ചിക്ക് ഇഷ്ടമായോ? ഒരു നെക്ലസ് സെറ്റാണ്. വല്യമ്മച്ചി അത് കയ്യിലേക്ക് എടുത്തു. ഇതാർക്കാ മക്കളെ? ആ കൊച്ചിന് വാങ്ങിയതാ. സക്രിയെ ചിരിച്ചു. മേരിക്കുട്ടി അയാളെ കണ്ണും തള്ളി നോക്കുന്നുണ്ട്. എന്താ മേരി, കെട്ടിയോനെ ആദ്യമായി കാണും പോലെ നോക്കുന്നത്? നീരജ കളിയായി ചോദിച്ചു. അത് ഇച്ചായം ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല, ഇതാദ്യ. അവർ കിച്ചണിലേക്ക് നടക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ മേരിയിൽ മാത്രമായിരുന്നു. ഇച്ചായ, ഹരിയേട്ടൻ്റെ വീട്ടിൽ പോകുന്നില്ലേ? അവൻ കമിഴ്ന്ന് കിടക്കുവാണ്. ഇച്ചായ, അവൾ വീണ്ടും വിളിച്ചു. ഞാനിന്ന് പോകുന്നില്ല. അതെന്താ? എനിക്ക് വയ്യ, ഒന്ന് ഉറങ്ങണം, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. നിഷ അവൻ്റെ തോളിൽ തട്ടി. പിണക്കാണോ? ദേ നിഷ, നീ പോകാൻ നോക്ക്. അറിയാലോ എൻ്റെ സ്വഭാവം. അവൻ ദേഷ്യപ്പെട്ടു. അവൾ തിരിഞ്ഞു നടന്നു. നാളെ ഞാൻ പോവുകയാണ്. അവൾ ഞെട്ടിപ്പോയി. 2 ഇടങ്ങളിൽ നിൽക്കാനാണേൽ എനിക്കൊരു ഭാര്യ വേണ്ട. ഇച്ചായ ഞാൻ. അവൻ ധൃതിയിൽ വാഷ്റൂമിലേക്ക് കയറി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മോനെ ഹരി, ഡെന്നിയും നിഷമോളും വന്നില്ലല്ലോ. നീ ഒന്ന് വിളിച്ചേ. അവന് തലവേദന അമ്മ, നാളെ വരാമെന്ന് പറഞ്ഞു. എടി, നമുക്ക് പോയാലോ? എവിടെയാ ഹരി? തറവാട്ടിലാണോ? ഒന്ന് പോടി. അവൻ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു. വാ അരുണ, റൂമിൽ പോകാം. മോളെ, ദേ ഈ സെറ്റും മുണ്ടും ചുറ്റിയാൽ മതി. ഇതാകുമ്പോൾ സിമ്പിളാണ്. കുളിച്ചു വാ. അപ്പോഴേക്കും അമ്മയെല്ലാം റെഡിയാക്കാം. എന്തിനാ അമ്മ? ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനാണോ? അവൻ ഉറക്കെ പറഞ്ഞു. അരുണ ചിരിക്കാൻ തുടങ്ങി. നാണമില്ലാത്ത ചെക്കൻ. അമ്മ അവൻ്റെ കയ്യിൽ പിച്ചി. ഇന്നു മുതൽ മോള തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുന്നത്. ആദ്യ ദിവസമല്ലേ, ഐശ്വര്യമായി തുടങ്ങാം എന്ന് വെച്ചു. അമ്മ പൂജാമുറിയിലേക്ക് കയറി. അതെന്താ, ഫസ്റ്റ് നൈറ്റ് ഐശ്വര്യമായി തുടങ്ങണ്ടേ? പിന്നെ തുടങ്ങണം ഹരി, അവൾ ഒരു താളത്തിൽ പറഞ്ഞു. നിനക്ക് വെച്ചിട്ടുണ്ടടി വിളക്ക് കത്തിക്കാൻ. എന്താ ഒരു ത്വര. ഹരി വരുമ്പോൾ അരുണ കുളിച്ചു കഴിഞ്ഞ് തലമുടി തുവർത്തുന്നുണ്ട്. പിന്തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഹരിയെ അവൾ കണ്ടില്ല. അരു, ഷോ, ഇതെന്താ കണ്ണാ? എന്തേ, കൊള്ളില്ലേ? ഇങ്ങനെ കാണാനല്ലേ നിനക്കിഷ്ടം? തനിക്ക് മുന്നിൽ ഒരു ചമ്മലുമില്ലാതെ നിൽക്കുന്നവളെ കണ്ണെടുക്കാതെ നോക്കി. എന്താ ഹരി, ആദ്യമായി കാണുവാണോ? ആണല്ലോ. അരികിലേക്ക് നടന്നു വരുവാണവൻ.
അവൾ ഒരടി അനങ്ങാതെ നിന്നു. ലവ് യു പതിയാണ് അവൾ പറഞ്ഞത്. പക്ഷേ ആ വാക്കിലെ ആർദ്രത അവനെ വല്ലാതെ ചൊടിപ്പിച്ചു. ഇന്ന് വിളക്ക് വെക്കണോ പെണ്ണെ? നാളെ മുതലാവാം. അത് പറ്റില്ല. അവൻ അവളുടെ നനവാർന്ന മുഖത്തും ഈറൻ മുടിയിലും നോക്കി. എനിക്കും പറ്റില്ല, ഹരി പറഞ്ഞു. കണ്ണുകൾ പരസ്പരം കൊരുത്തു. അവൻ്റെ ചൂണ്ടുവിരൽ നെറ്റിത്തടത്തിൽ നിന്നും താഴേക്ക് ഇഴഞ്ഞു നീങ്ങി. നാസികത്തുമ്പും കടന്ന് മേൽചുണ്ടിൽ വിരലാഴ്ത്തി. ഹരി അവൻ്റെ ഇടുപ്പിൽ കൈവച്ചു. അവളുടെ ഇരുകവളിലും മാറി മാറി ചുംബിക്കുമ്പോൾ മുഖമാകെ ചുവന്ന് തൊടുത്തു. എന്താ കണ്ണ, തളർന്നോ? അരുണ, ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താ? അവൻ്റെ വിരൽ വീണ്ടും ചലിച്ചു തുടങ്ങി. അവൾക്ക് ശരീരത്തിൻ്റെ ഭാരം നഷ്ടമാകും പോലെ തോന്നി. തൊണ്ടക്കുഴിയിൽ വിരൽ വെച്ചു. ഒരേങ്ങലോടെ അവൻ്റെ ചുണ്ടിലേക്ക് നോക്കി. എൻ്റെ കണ്ണ, അവളെ പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. ഹരിസാറ് ഇത്തിരി ഓവറാണോ? അല്ല, ഇഷ്ടാ. മോളെ റെഡിയായോ? ദേവിയമ്മയുടെ ശബ്ദം. പെട്ടെന്ന് അവനെ പിടിച്ച് പിന്നിലേക്ക് തള്ളി മാറ്റി. അമ്മ വിളിച്ചു, ഞാൻ പോവാ. ഹരി ചിരിച്ചു. ഈ വേഷത്തിൽ വേണ്ട. ഷോ, മറന്നു. അവൾ സെറ്റും മുണ്ടും ചുറ്റുന്നത് നോക്കിയിരുന്നു. നിഷ പഠിപ്പിച്ചു തന്നതാ. ഇത് എളുപ്പമാണ്, പക്ഷെ സാരി അതെനിക്ക് മനസ്സിലാകുന്നില്ല, അരുണ പറഞ്ഞു. ഞാൻ പഠിപ്പിച്ചു തരാം. ഹരിക്ക് സാരി ചുറ്റാൻ അറിയോ? അറിയില്ല. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്? അരുണ അവൻ്റെ മൂക്കിൽ പിടിച്ചു വലിച്ചു. ചക്ക, ഞാൻ പോവാണേ. വിളക്ക് വെച്ചിട്ട് വരാം. ആ, വരണം. തുളസി തറയിൽ വിളക്ക് വെച്ച് തിരിഞ്ഞു നോക്കിയതും ഹരി പടിക്കെട്ടിന് മേലെ നിൽക്കുന്നുണ്ട്. ധൃതിയിൽ അവൻ അടുത്തേക്ക് വന്നു. എന്തിനാ തല താഴ്ന്നു പോകുന്നത്? താടിത്തുമ്പിൽ പിടിച്ചുയർത്തുമ്പോൾ അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. കണ്ണ, കരയുവാണോ? വിളക്ക് കൊളുത്തിയപ്പോൾ വല്ലാത്ത സന്തോഷം. അതിനെന്താ, നമുക്ക് കൊടുത്തും മേടിച്ചും ഇങ്ങനെ സന്തോഷിക്കാം. അണിവയറ്റിലെ സാരിയെ വകഞ്ഞു മാറ്റിയതും അരുണ അവനെ രൂക്ഷമായി നോക്കി. എന്തു പറഞ്ഞാലും ഈ ഹരി പല അർത്ഥങ്ങൾ കണ്ടെത്തും. ഞാൻ പറയുന്നത് ഇഷ്ടമാകുന്നില്ലേൽ എൻ്റെ ആഗ്രഹം സാധിച്ചതാ. മോളെ വാ, നാമം ജപിക്കാം. ദേ അമ്മ വരുന്നു. എടി, എന്ത് തീരുമാനിച്ചു? പറഞ്ഞിട്ട് പോകൂ. ദേ ആകാശം നോക്കിയിരുന്നോ? ഹരി പുൻചിരിയോടെ തലകുലുക്കി. അമ്മ നാമം ജപിക്കുന്നുണ്ട്. അത് കേട്ട് അരുണ ചുണ്ടനക്കി. ഹരി സോപാനത്തിലിരുന്ന് അവളെ നോക്കി ചുണ്ട് കൂർപ്പിച്ചു. അരുണ നാണത്തോടെ നിലവിളക്കിലേക്ക് തന്നെ നോക്കിയിരുന്നു. രാത്രി അത്താഴം കഴിക്കുമ്പോൾ ഹരി നീട്ടി കോട്ടുവായിട്ടു. ഉറക്കം വരുവാ, കിടക്കണം. ദേവിയമ്മ ദേഷ്യത്തോടെ അവനെ അടിമുടി നോക്കി. ദൈവമേ, ഇവൻ്റെ ഉറക്കം മാറാൻ ഇനി എന്താ ചെയ്യുക? ഇത്തിരി ചൊറിയണം കിട്ടിയിരുന്നേൽ നന്നായിരുന്നു. മാന്തിയെങ്കിലും ഉറങ്ങാതിരുന്നേനെ. അമ്മ എന്തേലും പറഞ്ഞോ? അല്ല, നീ കുംഭകർണൻ്റെ അനിയനൊന്നും അല്ലല്ലോ ഇങ്ങനെ ഉറങ്ങാൻ. ഇത് കൊള്ളാം. പകല് മുഴുവൻ കഷ്ടപ്പെടുന്ന മനുഷ്യന് രാത്രി എന്തിനാ നീണ്ടു നിവർന്ന് കിടക്കാൻ? അത്ര തന്നെ. അവൻ കൈ കഴുകി റൂമിലേക്ക് കയറി. ദേവിയമ്മ സഹതാപത്തോടെ അരുണയെ നോക്കി. എൻ്റെ അമ്മേ, ഇങ്ങനെ ഇരിക്കുന്നതൊന്നും കണക്ക് കൂട്ടണ്ട. മോനെ പുലിയ. ദൈവമേ, നാളെ എൻ്റെ ജീവനെങ്കിലും തിരികെ കിട്ടിയാൽ മതിയായിരുന്നു. രാത്രി ഏറെ വൈകിയിട്ടും അരുണ വന്നില്ല. ഹരി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഇനി IPSകാരി പേടിച്ചോടിയോ? പോയി നോക്കാം. ദേവിക്കുട്ടി, അരുണ എവിടെ? ദേ അടുക്കള മൂലയ്ക്ക് നിൽപ്പുണ്ട്. എന്തു പറ്റി? നാണം അല്ലാണ്ട് എന്ത്? അവൻ ചിരിയോടെ മുണ്ട് മടക്കി ഉടുത്തു. എൻ്റെ ഭാര്യയെ, എന്നാ നമുക്ക് പോയി സുഖമായി ഉറങ്ങാം. വാ. അവളെ ഇരു കൈയിലും വാരിയെടുത്തു. ഷോ ഹരി, അമ്മ. ദേ പെണ്ണെ, കിടന്ന് പിടയ്ക്കാതെ. എനിക്കാണേൽ നല്ല ഉറക്കം വരുവാ, അമ്മ കേൾക്കാനായി ഉച്ചത്തിൽ പറഞ്ഞു. ഹാളിലേക്ക് നടക്കുമ്പോൾ തല താഴ്ത്തി നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി. ഇന്ന് നമ്മുടെ പ്രണയരാത്രിയാ. അവൾ ഒന്ന് വിറച്ചു പോയി. പതിയെ ആ ചുണ്ടിൽ നാണത്തോടെ ഒരു പുഞ്ചിരി വിരിഞ്ഞു.